എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ കോമേഴ്സിന്റെ വിശക്കുന്ന വയറിന് ഒരു പൊതിച്ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് അനിൽ ജോസിന്റെ എല്ലാ വർഷവും നമുക്ക് കേക്ക് അദ്ദേഹത്തിന്റെ വകയാണ്. അതേമാതിരി മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച അദ്ദേഹത്തിന്റെ വകയാണ് അന്നദാനം. എന്തായാലും നല്ല ഒരു ഐശ്വര്യത്തിന്റെ ദിനം കൂടിയാണ് 2026 പിറക്കാൻ പോവുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങളിലും എന്തായാലും ഇന്ന് നമുക്ക് വളരെ ഒരു തികഞ്ഞ നമ്മുടെ ഒരു ഗുരുവായൂരുകാരനായ ഒരു LDF സ്ഥാനാർത്ഥി ഉണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പേര് രമേശ് ഉണ്ട് ഇവിടെ. അതേമാതിരി ചേംബർ കോമേഴ്സിന്റെ എല്ലാവരും, അതേമാതിരി സൈമൻ മാഷുണ്ട്, ഉണ്ണിയേട്ടുണ്ട്, റഷീദുണ്ട്, ടീച്ചറുണ്ട്, അതേമാതിരി എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ഇനിയിപ്പോൾ യാസിക്ക വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് ഇന്ന് സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ അലയുടെ ഉണ്ണിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമ്മുടെ ക്രിസ്മസ് ആയിട്ട് കേക്കും ഭക്ഷണവും എല്ലാം നമുക്ക് തന്നുള്ളത് അനിൽ ജ്വല്ലറിയുടെ TT ജ്വല്ലറിയുടെ അനിലാണ്. ഇന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യാനും ക്രിസ്മസ് സന്ദേശം നൽകാനും എത്തിയുള്ളത് സൈമൻ മാഷാണ്. സൈമൻ മാഷ ഈ വേദിയിലേക്ക് ആദ്യമായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന വസന്തമണി ടീച്ചറിൻ്റെ കൂടെ വസന്തമണി ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൗൺസിലർ രമേഷുണ്ട്, രമേഷിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ റഷീദ്, സുനീവ്, അഡ്വക്കേറ്റ് സുജിത്ത്, രാജേഷ്, നമ്മുടെ ചന്ദ്രേട്ടൻ, ബൈജു, യാസിൻ പത്തും, രാജേഷ്, എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ക്രിസ്മസ് സന്ദേശം നൽകാൻ സൈമൻ മാഷ ഹാർദമായി ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ആഴ്ചതോറും നടക്കുന്ന ഈ അന്നദാനവും ഇതുപോലെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വസന്തമണി ടീച്ചർ, ഇന്നത്തെ പുതിയ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രമേഷ്, അലയുടെ ഉണ്ണി, റഷീദ്, അതുപോലെ തന്നെ സുജിത്ത്, രാജേഷ്, മുരളി തുടങ്ങിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ക്രിസ്മസ് ദിനമാണ്. എന്താണ് ക്രിസ്മസ് എന്നുള്ള കാര്യം പലർക്കും അറിയാം. എങ്കിൽ പോലും ക്രിസ്തു ജനിച്ചിട്ടിപ്പോൾ 2025 വർഷം പിന്നിടുക. ക്രിസ്തുവിൻ്റെ ആദ്യ ജനനമാണ് ഈ ക്രിസ്മസ് എന്ന നാമത്തിൽ വിശേഷിപ്പിച്ച. അന്ന് വരെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ടുണ്ട് എല്ലാവരും. പഴയകാലത്തെ ജനങ്ങളും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങളൊക്കെ ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ജനത ഈ സമൂഹത്തിലുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെയാണ് 2025 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ക്രിസ്മസ് ആഘോഷം ആരംഭിക്കുന്നത്. അതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും ഡിസംബർ 25-ാം തീയതി ഈ ദിനം ആചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും ദൈവദർശനം അല്ലെങ്കിൽ ഈശ്വര ദർശനമാണ് അതിന് ലക്ഷ്യമിടുന്നത് എങ്കിൽ പോലും ആ ഈശ്വരനെ കാണണമെന്നുണ്ടെങ്കിൽ, ഈശ്വര ദർശനം അനുഭവവേദ്യമാകണമെങ്കിൽ നാം ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവർക്കേ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവിടെ മണ്ണുകൊണ്ടോ സിമെൻറ്റ് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങൾ കാണുക എന്നല്ലാതെ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിമയായാൽ പോലും ശരി, അത് കാണണമെങ്കിൽ ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ശ്രീകൃഷ്ണനായാലും ശരി, യേശുദേവനായാലും ശരി, അള്ളാഹു ആയാലും ശരി, ആരെ കാണണമെന്നുണ്ടെങ്കിലും അവനവൻ ഹൃദയശുദ്ധിയുള്ള പാപരഹിതമായ അവസ്ഥയിലുണ്ടെങ്കിൽ മാത്രമേ കാണാൻ ഒക്കുള്ളൂ എന്നർത്ഥം. അതിനെ സംബന്ധിച്ച് കൃത്യമായ വചനങ്ങളൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അങ്ങനെ ദൈവത്തെ കാണാൻ കിട്ടുന്ന ഒരു സുദിനമാണ് ഇന്ന്. തൻ്റെ എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറയുന്നൊരു വചനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ വഴിയോരങ്ങളിൽ താമസിക്കുന്ന
ആരാരുമില്ലാത്ത വ്യക്തി സഹോദരങ്ങൾക്ക് അതൊക്കെ കാണപ്പെടുന്ന എൻ്റെ സഹോദരങ്ങളാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അന്നദാനവും കേക്ക് വിതരണവും. അതാത് സമയങ്ങളിലൊക്കെ ഓരോരുത്തരും പല പ്രമുഖ വ്യക്തികളൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിലും അത് നേതൃത്വം കൊടുക്കുന്നത് ചേംബർ ഓഫ് കോമേഴ്സാണ്. അതിൻ്റെ ഭാരവാഹികൾ യാസിൻ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത് കാലങ്ങളായി തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇതിന് സംഘാടകരെല്ലാം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ കേക്കും ഈ ഭക്ഷണവും സ്വീകരിക്കാൻ സന്നദ്ധരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നവോത്സവത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം പരിമിതപ്പെടുത്തുന്നു. ജയ്. രമേഷ് കയ്യിൽ നിന്ന് പിടിച്ചോളാം. രണ്ടുപേരും കൂടിയിട്ട് ടീച്ചർക്ക് ഒരു കഷ്ണം. ഇന്ന് വ്യാഴാഴ്ച വസ്ത്രദാനം ഉണ്ട്. ഇന്ന് വസ്ത്രം വളരെ അധികം കൊടുന്നുണ്ട്. അത് നമുക്കിന്ന് ചൊവ്വല്ലൂരിലുള്ള മണിയേച്ചിയാണ് കൊടുന്നുള്ളത്. പൈതൃകത്തിലെ മധുവേട്ടൻ്റെ കെയർ ഓഫിലാണ്. അവരെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പേപ്പറിൽ വെച്ച് കൊടുക്ക്. ഒരു പീസ് എടുത്തിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഈ കുട്ടിക്ക് കൊടുത്തോളൂ. താഴ്ത്തിടരുത് കേട്ടോ, താഴ്ത്തി വയ്ക്കരുത്. കണ്ടാൽ കിട്ടിയില്ലേ? എന്താ വേണ്ടത്? കേക്ക് കൊടുക്കുക. ഒരു കേക്ക് അവിടെ വരിക പോയി കേക്ക് ഞാൻ പോട്ടെ. ജേക്കബിന്റെ പരിപാടി ഉണ്ട്. കൺട്രോൾ ചെയ്യാൻ കിട്ടില്ല. പോയി പെട്ടെന്ന് തീരുമാനിച്ചു തോന്നുന്നു. അത് തലയിലിപ്പോൾ തരാൻ പറ്റില്ല. കാരണം മാത്രമായിട്ട് തരാൻ പറ്റില്ല. ഈ കഴിക്കാൻ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.